സുഭാഷിതം. ഭാരതത്തിന് സ്വന്തമായ ഒരു ദേശീയ ശാസ്ത്രദിനം ഉണ്ട്. ഫെബ്രുവരി 28 1928 രാമൻ ഇഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിലൂടെ നോബൽ സമ്മാനം നേടിയ മഹാനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ നാം അങ്ങനെ ആദരിക്കുന്നു. അദ്ദേഹം 1888 നവംബറിൽ ജനിച്ച് 82-ാം വയസ്സിലാണ് അന്തരിച്ചത്. സുദീർഘമായ ശാസ്ത്രസപര്യ അദ്ദേഹത്തിന് സാധ്യമാവുകയും ചെയ്തു. ദേശീയ ശാസ്ത്രദിനം നാം ആഘോഷിക്കുന്നത് മഹാന്മാരായ എല്ലാ ശാസ്ത്രപ്രതിഭകളെയും ഓർക്കാനും ആദരിക്കാനും കൂടുതൽ പഠിക്കാനുമാണ്. അവരാണ് ഭാരതത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സ്ഥാനം നേടിക്കൊടുത്തത്. അതിൻ്റെ തുടർച്ചയ്ക്കായി പുതിയ തലമുറയെയും ഒരുക്കിയെടുക്കലാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ മറ്റൊരു അപൂർവ ശാസ്ത്രപ്രതിഭയെ ഓർക്കുന്നത് കൗതുകകരമായിരിക്കും. CV രാമനേക്കാൾ ഒരു വർഷം മുൻപ് 1887 തമിഴ്നാട്ടിൽ ജനിച്ച് 32 വർഷം മാത്രം ജീവിക്കാൻ യോഗമുണ്ടായ ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതകഥയാണത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിത ദിനമായും നാം ആചരിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ശ്രീനിവാസൻ്റെ ജനനം. കുടുംബ പ്രാരബ്ധങ്ങൾ മൂലം ഉയർന്ന പഠനം സാധ്യമായില്ല. കണക്കിൻ്റെ സങ്കീർണമായ സൂത്രവാക്യങ്ങൾ കണ്ടെത്തുന്നതിലായിരുന്നു എപ്പോഴും ശ്രദ്ധ. അതിനിടയിൽ 22-ാം വയസ്സിൽ തന്നെ വിവാഹവും നടന്നു. 3 വർഷക്കാലം രാമാനുജൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തു. പലരും ജോലി ലഭിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടും ഉണ്ട്. ഒടുവിൽ 1912 പ്രതിമാസം കേവലം 25 രൂപ ശമ്പളത്തിൽ രാമാനുജന് മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ഒരു ക്ലാർക്കായി നിയമനം ലഭിച്ചു. അവിടുത്തെ മേലുദ്യോഗസ്ഥനായ സർ ഫ്രാൻസിസ് സ്പ്രിംഗ് രാമാനുജൻ്റെ കണക്കിലുള്ള അത്ഭുതകരമായ വൈദഗ്ധ്യം കണ്ടെത്തിയത് വലിയ ഒരു വഴിത്തിരിവായിത്തീർന്നു. താമസിയാതെ രാമാനുജൻ ഇംഗ്ലണ്ടിലെ കാംബ്രിഡ്ജ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ട്രിനിറ്റി കോളേജിൽ ഉപരിപഠനത്തിന് അയക്കപ്പെടുകയും ചെയ്തു. ആരോഗ്യകാര്യത്തിലൊന്നും ശ്രദ്ധയുണ്ടായിരുന്നില്ല. അതുമൂലം ക്ഷയരോഗബാധിതനായി തീർന്ന രാമാനുജൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1920 ആ വർഷം ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷേ കേവലം 32 വയസ്സിനുള്ളിൽ അദ്ദേഹം കണ്ടെത്തിയ ഗണിതവാക്യങ്ങൾ പലതും ലോകത്തിന് ഇന്നും അത്ഭുതകരമായ സമസ്യയായി തുടരുകയാണ്. ദേശീയ ശാസ്ത്രദിനത്തിൽ ഇങ്ങനെ ചുരുക്കത്തിലുള്ള ഒരു അനുസ്മരണം വളരെ പ്രസക്തിയുള്ളതാണ്. സർ ഫ്രാൻസിസ് സ്പ്രിംഗ് എന്ന മേലുദ്യോഗസ്ഥൻ കണ്ടെത്തുകയും ഉപരിപഠനത്തിന് ലണ്ടനിൽ അയക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ശ്രീനിവാസ രാമാനുജൻ എന്ന ഈ മഹാപ്രതിഭ ലോകത്തിനും രാജ്യത്തിനും നഷ്ടമാകുമായിരുന്നുവല്ലോ. ഭാരതം ലോകരാജ്യങ്ങൾക്കിടയിൽ വൻശക്തികളിലൊന്നായി മാറി എന്ന സത്യം നമുക്ക് അഭിമാനകരമാണ്. എന്നാൽ വളർച്ചയെന്നത് ശാസ്ത്രകാര്യങ്ങളിലും അക്കങ്ങളിലും മാത്രമായാൽ പോരാ. സാഹിത്യവും സംസ്കാരവും കലയും മാനവികതയുമെല്ലാം പരിപുഷ്ടമാക്കപ്പെടണം. അതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ സമൂഹത്തിലും ഭരണതലത്തിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതം. അവതരിപ്പിച്ചത് PI ശങ്കരനാരായണൻ.